എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ചോനോട് അവളുടെ കുഞ്ഞിനെ ചായത്തിന്റെ വീട്ടിലാക്കിയിട്ട് പോകാനായി ചായത്തിന്റെ അമ്മയും അച്ഛനും ഒക്കെ പറയുന്നുണ്ട്. ചായത്തും കുഞ്ഞു അവിടെ നിൽക്കട്ടെ അവളും അവിടെ നിൽക്കട്ടെ എന്ന് പറയുമ്പോൾ അവൾ അവിടെ നിൽക്കില്ല എന്നും കുഞ്ഞിനെ അങ്ങനെ വിട്ടു തരില്ല എന്നും അവൾ തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഈ സംസാരം കേട്ടെത്തുന്ന കാസ കുഞ്ഞു ഇവിടെ തന്നെ നിൽക്കട്ടെ എന്ന രീതിക്ക് ചോനോട് പറയുമ്പോഴേക്കും ചോൻ ബാക്കി 3 പേര് ഇത് പറഞ്ഞപ്പോൾ വലിയ കാര്യമാക്കിയില്ലെങ്കിലും കാസ പറയുമ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. കാരണം ഇവരൊന്നിച്ച് താമസിച്ചിരുന്ന സമയത്ത് ഉൾപ്പെടെ കാസയ്ക്ക് ചോനിന് എത്രത്തോളം പ്രധാനമാണ് കുഞ്ഞ് എന്നത് വ്യക്തമായിരുന്നല്ലോ. എന്നിട്ടും ഇവൻ ഇങ്ങനെ പറയുന്നല്ലോ എന്നതായിരുന്നു അവളുടെ മനസ്സിൽ ആ ഒരു സങ്കടം. അവളത് അംഗീകരിക്കാൻ തയ്യാറല്ലാണ്ട് അവിടെ നിന്ന് ഭയങ്കര സങ്കടത്തിൽ ഇറങ്ങി പോകുന്നുണ്ട്. തിരിച്ച് വീട്ടിലെത്തുന്ന അവൾ ഭയങ്കരമായിട്ട് പേടിയും വെപ്രാളവും ഒക്കെ കാണിക്കുകയാണ്. അച്ഛൻ കാര്യം തിരക്കുമ്പോൾ കാര്യങ്ങൾ അവൾ വ്യക്തമാക്കുന്നുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെടുമെന്ന് വല്ലാത്ത പേടിയുണ്ട്. അച്ഛൻ അറിയാലോ, അവന് വേണ്ടിയല്ലേ ഞാൻ ഇത്രയും നാൾ ജീവിച്ചത്. അവനില്ലാണ്ട് എനിക്ക് എങ്ങനെ ഇനി മുന്നോട്ട് പോകാൻ കഴിയും, എനിക്കതിന് കഴിയില്ല എന്ന് പറഞ്ഞ് അവൾ സങ്കടപ്പെടുമ്പോഴേക്കും അവളോട് കുഞ്ഞുമായി ഇവിടെ നിന്ന് അച്ഛന് പരിചയമുള്ള ഒരിടത്തേക്ക് മാറി നിൽക്കാനായി അച്ഛൻ ആവശ്യപ്പെടുന്നുണ്ട്. അതാണ് ശരിയെന്ന് അവൾക്കും തോന്നുന്നു. അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് ചോന്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും കാസ അവളെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അവൾ കുഞ്ഞുമായി എങ്ങോട്ടോ പുറപ്പെടുകയാണെന്ന് മനസ്സിലാക്കുന്നവനെ എങ്ങോട്ടേക്കാണെന്നൊക്കെ ചോദിച്ചു അവളെ തടയുമ്പോഴേക്കും എന്നെ വിടാനേയും പറഞ്ഞ് അവൾ ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. എന്തായാലും അപ്പോഴേക്കും അവിടേക്ക് തോൺ വിട്ട കുറച്ച് പേരെത്തുന്നു. നമ്മുടെ ചായത്തിന്റെ ചേട്ടൻ ഇത് ചായത്തിന്റെ കുഞ്ഞാണെന്ന് അറിഞ്ഞു തന്നെ മനഃപൂർവ്വം ഇവരെ അറ്റാക്ക് ചെയ്യാനായി വിട്ടതാണ്. അങ്ങനെ ഇവർക്ക് നേരെ ആക്രമണം നടക്കുമ്പോഴേക്കും അവരിൽ നിന്ന് രക്ഷപ്പെടാനായി കാസ ചോനിനെയും കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിന്ന് പുറപ്പെടുന്നുണ്ട്. അങ്ങനെ പുറകെ അവരുണ്ടായിരുന്നെങ്കിലും അവരൊരു ഷോറിന്റെ അവിടെ എത്തുകയും അവിടെ നിന്ന് ഒരു ബോട്ടിൽ കയറി എങ്ങോട്ടോ രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ അടുത്തു തന്നെയുള്ള ഒരു ദ്വീപ് കണക്കുള്ള സ്ഥലത്താണ് എത്തുന്നത്. അവിടെ ഒരു വീട്ടില് അങ്ങനെ അന്ന് രാത്രി അവർക്ക് അഭയം തേടേണ്ടി വരുന്നു. അപ്പോഴേക്കും ആ ഓട്ടത്തിന്റെ ഇടയിൽ കയ്യിലെ ഫോണൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ദേ വീണ്ടും അങ്ങനെ ആ ഒരു സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് കാസയും ചോണും കുഞ്ഞും ഒന്നിച്ചാവുന്നുണ്ട്. ചോണിനെ സംബന്ധിച്ച് ഇത് ചായത്തിന്റെ കുഞ്ഞാണ്. കാസയെ സംബന്ധിച്ച് ഇപ്പൊ അറിയാവുന്ന കാര്യങ്ങൾ വെച്ച് ഇത് അവന്റെ ചേട്ടന്റെ കുഞ്ഞാണ്. പക്ഷെ എന്നിരുന്നാലും കുഞ്ഞിന് അവന്റെ അച്ഛനായി അവന് കാസയെ കാണാനായിട്ടാണ് ഇഷ്ടം അല്ലെ. അവൻ അതുകൊണ്ട് തന്നെ തന്റെ അച്ഛനും അമ്മയും കൂടെ ഉണ്ട് എന്ന ഒരു രീതിക്ക് ഇവരുമായി ഒന്നിച്ച് ഹാപ്പിയായി ടൈം സ്പെൻഡ് ചെയ്യുന്നു. അവരുടെ കൈയൊക്കെ അവന്റെ ദേഹത്തേക്ക് ഒന്നിച്ച് വെച്ച് കെട്ടിപ്പിടിച്ചൊക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ അത് ചോണിനും കാസിക്കും കുറച്ചൊരു എംബാരസിംഗ് ആയിരുന്നെങ്കിലും അവർ കുഞ്ഞിന്റെ സന്തോഷത്തിന് വേണ്ടി കുഞ്ഞ് ചെയ്യുന്ന കണക്ക് ആ താളത്തിന് നിൽക്കുന്നുണ്ട്. അങ്ങനെ അന്ന് അങ്ങനെ കിടന്ന് ഉറങ്ങി അടുത്ത ദിവസം രാവിലെ കാസ കണ്ണു തുറക്കുമ്പോഴേക്കും ചോൻ അവളുടെ അടുത്ത് കിടക്കായിരുന്നു. ഇവരുടെ അടുത്ത് രാത്രി ഇവർ കിടക്കുമ്പോൾ കുഞ്ഞുണ്ടായിരുന്നു. പക്ഷെ കുഞ്ഞ് രാവിലെ എഴുന്നേറ്റ് മാറി. ചോനാകട്ടെ അറിയാതെ ഇപ്പൊ കാസയെ അടുത്ത് അവനെ കെട്ടിപ്പിടിച്ചാണ് കിടക്കുന്നത്. അവനത് കണ്ടിട്ടും അവളോടുള്ള ഒരു സ്നേഹം കൊണ്ട് അങ്ങനെ കിടക്കുന്നു. ആക്ച്വലി ചായത്തിന്റെ കുഞ്ഞാണതെങ്കിലും ചായത്തിനോട് ചോനിനൊരു താല്പര്യവും ഇല്ല. അങ്ങനെ അബദ്ധത്തിൽ സംഭവിച്ച കാര്യങ്ങളാണത് എന്നതുകൊണ്ട് അവൻ അവളെ ഇഷ്ടപ്പെടുന്നതിൽ തെറ്റൊന്നും അവന് തോന്നുന്നില്ല. എന്തായാലും അവൻ അങ്ങനെ അവളെ ഉണർത്താതെ ആ ഒരു രീതിക്ക് കിടക്കുമ്പോഴേക്കും പതിയെ ഉണരുന്ന അവൾ ആകെ ചമ്മി പോകുന്നുണ്ട്. ഇവന്റെ അടുത്താണല്ലോ കിടക്കുന്നതെന്ന് കണ്ട് അവൾ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് മാറുന്നു. അങ്ങനെ അന്ന് അവർക്ക് ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ സാധിക്കാതെ അവിടെ തന്നെ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരുമ്പോ എന്തുകൊണ്ടാണ് ഇത് ചായത്തിന്റെ കുഞ്ഞാണെന്നത് തന്നോട് പറയാതെ മറച്ചു വെച്ചതെന്നെല്ലാം കാസ ചോണിനോട് തിരക്കുന്നു. ചായത്തിന് ഈ ലൈഫിലേക്ക് വന്ന അവനെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്നും കൂടി അവൻ തിരക്കുമ്പോ പിന്നെ എന്റെ കൊച്ചിനൊരു അച്ഛനെ വേണ്ടേ, ചായത്ത് റെഡി ആണെങ്കിൽ തീർച്ചയായും ഞാൻ ചായത്തിന്റെ കൂടെ ജീവിക്കാൻ തയ്യാറാണെന്ന് അവൾ കാസയുടെ മനസ്സറിയാൻ വേണ്ടി പറയുന്നുണ്ടായിരുന്നു. അവന്റെ മുഖം വാടുന്നത് അവൾ കാണുന്നുണ്ട്. അപ്പോഴേക്കും ഇവരെ ഇന്നലെ അറ്റാക്ക് ചെയ്യാനായി വന്നവർ ഇവർ ഈ ദ്വീപിലുണ്ടെന്ന് മനസ്സിലാക്കി പുറകെ എത്തുന്നു. ഇവർ നിന്ന് സംസാരിക്കുന്ന അടുത്ത് നിന്ന് അവരെ കാണാൻ സാധിക്കുന്നുണ്ട്. ആദ്യം ആരാണ് അവരെന്ന് മനസ്സിലായില്ലെങ്കിലും ഇവർ ആക്രമിക്കാൻ വന്നവരാണെന്ന് മനസ്സിലാവുമ്പോൾ ചായത്തും ചോനും അവിടെ നിന്ന് ഓടുന്നുണ്ട്. ഇവർ കഴിഞ്ഞ ദിവസം നിന്ന വീട്ടിന് മുന്നിൽ നിന്നല്ല ഈ സംസാരിച്ചുകൊണ്ടിരുന്ന കുറച്ച് മാറി തീരത്ത് നിന്ന് സംസാരിക്കുമായിരുന്നു. ഇവിടെ നിന്ന് കുഞ്ഞുള്ളടത്തേക്ക് അവർക്ക് കുറച്ച് ഓടിപ്പോകാനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ അങ്ങോട്ടേക്ക് ഓടുമ്പോഴേക്കും പുറകെ എത്തിയ ആക്രമികൾ കയ്യിലുണ്ടായിരുന്ന തോക്ക് കൊണ്ട് വെടിവെക്കുകയും കാസയുടെ കൈയുടെ ഭാഗത്ത് പരിക്കേൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവരെ പിന്തുടർന്ന ആക്രമികൾ പിടികൂടുന്നുണ്ടെങ്കിലും അവർക്ക് ഇവരെ ഉപദ്രവിക്കാൻ സാധിക്കും മുന്നേ ഇവരൊരു ബോട്ടിൽ കയറിയാണല്ലോ ഈ ഒരു ദ്വീപിന് ഇങ്ങോട്ടേക്ക് രക്ഷപ്പെട്ടു വന്നത്. ഇവരിവിടെ സ്റ്റേ ചെയ്തത് ആ ഒരു ബോട്ടിന്റെ ആളുടെ വീട്ടിൽ തന്നെയായിരുന്നു. അയാളിപ്പോ ഇവർ ആക്രമിക്കപ്പെടുന്ന കണ്ട് അങ്ങോട്ടേക്ക് എത്തുകയും അവരെ അവിടെ നിന്ന് ഓടിച്ചു വിടുകയും ചെയ്യുന്നു. തുടർന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയി മുറിവിലൊക്കെ വേണ്ട ട്രീറ്റ്മെന്റ് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ ചെയ്യുന്ന കണക്ക് വലിയ ട്രീറ്റ്മെന്റ് അല്ലെങ്കിലും അവർക്ക് ഈ ഒരു ദ്വീപിൽ താമസിക്കുമ്പോൾ അത്യാവശ്യം ഉള്ള കാര്യങ്ങൾ കൊണ്ട് ചെയ്തു കൊടുക്കുന്നു. എന്തായാലും ആ ലേഡി ആകട്ടെ ചോനോട് ഹസ്ബൻഡിനെ നന്നായി നോക്കണമെന്ന് ഇവർ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് എന്ന് തെറ്റിദ്ധരിച്ച് പറയുന്നുണ്ട്. ഈ സമയത്താണ് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണുന്നത്. ആക്ച്വലി 6 വർഷങ്ങൾക്ക് മുന്നേ ആ പബ്ബില് ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റ് ആയിരുന്ന ചോനെ ചായത്തിന്റെ റൂമിൽ കൊണ്ടുപോയി കച്ച കിടത്തിയ ശേഷം കച്ച അവിടെ നിന്ന് പോയിരുന്നല്ലോ. ആ ടീം ആ ഒരു മുറിയിൽ ആക്ച്വലി സ്റ്റേ ചെയ്യാനായിട്ടുണ്ടായിരുന്നത് ചായത്ത് മാത്രമല്ല കാസയും കൂടിയായിരുന്നു. കച്ച പോയ ശേഷം അങ്ങോട്ടേക്ക് കാസ എത്തിയിരുന്നു. അങ്ങനെ കാസയാണ് അവനും ചോനെ പോലെ ഡ്രിങ്ക്സ് അടിച്ച് നല്ലവണ്ണം ഫിറ്റ് ആയിരുന്നത് കൊണ്ട് അവളുമായി അന്ന് ടൈം സ്പെൻഡ് ചെയ്തിരുന്നത്. പക്ഷെ പിന്നീട് അവൻ ഇതൊന്നും തന്നെ അവിടെ നിന്ന് അവൾ ഉണരും മുന്നേ അവൻ എഴുന്നേറ്റ് പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നിരുന്നു. അങ്ങനെ പോയ ടീം ഓർമ്മയുണ്ടായിരുന്നില്ല. പിന്നെ അവൻ പോയ ശേഷമാണ് അങ്ങോട്ടേക്ക് ചായത്ത് വന്ന് കിടന്നതും പിന്നീട് രാവിലെ ഉറക്കമുണർന്ന ചോൻ അവിടെ ചായത്തിനെ കണ്ട് അവനാണ് തന്റെ കുഞ്ഞിന്റെ അച്ഛനെന്ന് തെറ്റിദ്ധാരണ ഉണ്ടായതും. ആക്ച്വലി ആ കുഞ്ഞിന്റെ അച്ഛൻ കാസയാണ്. അത് ഈ നിമിഷം വരെ ചോനും അറിയില്ല, കാസയ്ക്ക് ഒന്നും അറിയേയില്ല. ഇവരുടെ ഈ ഒരു കാര്യങ്ങൾ നടക്കുന്ന ടൈം തന്നെയാണ് ചായത്തുമായി റിന്നിന്റെ കല്യാണം ഫിക്സ് ചെയ്യുകയും അതിന്റെ പേരിൽ കാസ ആകപ്പാടെ സങ്കടത്തിലാവുകയും ചെയ്തിരുന്നത്. അവൻ അതുകൊണ്ട് തന്നെ അന്ന് നല്ലവണ്ണം ഡ്രിങ്ക്സ് അടിച്ചിരുന്നു. അതുകൊണ്ട് അവൻ ഒട്ടും തന്നെ ഈ നടന്ന സംഭവങ്ങൾ ഇത്രയൊക്കെ കേട്ട്
കേട്ടിട്ട് പോലും ഒരു ഓർമ്മയും തന്നെ ഇല്ലാത്തത്. ഇവിടെ ഈ കാര്യങ്ങളൊക്കെ ഇവർക്ക് ഒരു ഡൗട്ടായിട്ടും മനസ്സിലില്ലെങ്കിലും ആക്ച്വലി കച്ചയ്ക്ക് ഇപ്പൊ ചെറിയ ഡൗട്ടൊക്കെ കാര്യങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ തോന്നുന്നുണ്ട്. കാരണം ചായുത്ത് ആ മുറിയിൽ ചെല്ലുന്നതിന് മുന്നേ കാസ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു എന്ന് ഇപ്പൊ കാര്യങ്ങളെ പറ്റി അന്വേഷിക്കുന്ന കച്ചയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അവനത് അങ്ങനെ പ്രൂവ് ചെയ്യാനോ മറ്റുള്ളവരോട് ഇപ്പൊ പറയാനോ കഴിയില്ല. കാരണം കുഞ്ഞിന്റെ അമ്മയായ ചോൺ തന്നെ വിശ്വസിച്ചിരിക്കുന്നത് ചായുത്താണ് കുഞ്ഞിന്റെ അച്ഛൻ എന്നല്ലേ. എന്തായാലും അവൻ ഈ കാര്യങ്ങളൊക്കെ ഒരു ഡൗട്ടായി മനസ്സിൽ കൊണ്ട് നടക്കുമ്പോഴേക്കും ഇവിടെ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. രാത്രി ഒരു ദ്വീപിൽ തന്നെയാണല്ലോ ചോനും കാസയും ഒക്കെ ഉള്ളത്. ഇവരിങ്ങോട്ടേക്ക് എത്തിയ ബോട്ടിന് ചില അറ്റകുറ്റപ്പണികളുണ്ട്. അപ്പൊ ആ ഒരു ബോട്ടിന്റെ ആളിനെ ആ ഒരു പണിക്കൊക്കെ സഹായിച്ച് കാസ ഇപ്പൊ അവിടെ നിൽക്കുന്നു. അപ്പോഴേക്കും അയാളുടെ വൈഫാവട്ടെ ഇവർ ലോക്കലായി കുടിക്കുന്ന ഒരു ഡ്രിങ്ക്സ് ചോനിന് കുടിക്കാൻ കൊടുക്കുന്നുണ്ട്. ഒപ്പം അത് കാസയ്ക്ക് കൊണ്ട് കൊടുക്കാനും പറയുന്നു. അങ്ങനെ അവളത് കുറച്ച് കുടിച്ച് ആകെ ആടി തൂങ്ങി ഫിറ്റായി ആ ബോട്ടിന്റെ പണി നടക്കുന്ന സ്ഥലത്തേക്ക് എത്തുമ്പോഴേക്കും അവിടെ കാസ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. അവളത് അവന് കുടിക്കാനായി കൊടുക്കുന്നുണ്ട്. അവനും കുറച്ച് ടേസ്റ്റ് ചെയ്യുന്നു. അവളായിട്ട് അപ്പോഴേക്കും നന്നായി ഫിറ്റ് ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് അവളുടെ ലൈഫിലെ സങ്കടങ്ങളൊക്കെ അവന്റെ അടുത്ത് പുലമ്പിക്കൊണ്ടിരിക്കുകയാണ്. അവളൊരു സിംഗിൾ മദറായി എത്രത്തോളം ലൈഫിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെ അവളിങ്ങനെ പറയുമ്പോൾ അവന് ഭയങ്കര ഒരു സങ്കടം ഫീൽ ആവുന്നുണ്ട്. അവൻ പെട്ടെന്ന് അവളെ സമാധാനിപ്പിക്കാനായി കിസ് ചെയ്യുമ്പോഴേക്കും അവൾ ആ ഒരു കിസ് അവളുടെ മനസ്സിൽ അവനോടൊരു ഭയങ്കരമായ താല്പര്യം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ തുടരുകയാണ്. കാരണം മുന്നേ ഇവരെ അറ്റാക്ക് ചെയ്യാനായി വന്നവരിൽ നിന്ന് പോലും അവനാണ് അവന്റെ ലൈഫ് റിസ്ക് ചെയ്ത് അവളെയും കുഞ്ഞിനെയും രക്ഷപ്പെടുത്തി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് പോലും. അവളുടെ ലൈഫിൽ പലപ്പോഴും അവനാണ് ഏറ്റവും വലിയ സഹായമായി അവൾ ആവശ്യപ്പെടാതെ തന്നെ കൂടെ നിന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവനോടുള്ള ആ ഒരു ഇഷ്ടം അവളും തിരിച്ച് കിസ്സിലൂടെ പ്രകടിപ്പിക്കുന്നു. അങ്ങനെ കിസ് ചെയ്ത് അവർ കൂടുതലായി അടുക്കാണ്. ഈ ഒരു ടീം അവളുടെ കയ്യിൽ കിടന്ന ബ്രേസ്ലെറ്റ് ഒക്കെ ആ ഒരു ഇന്റിമസിയുടെ ഇടയിൽ അവനിങ്ങനെ ഊരുന്നത് നമുക്ക് കാണാം. ഇതേ കണക്കാണ് 6 വർഷങ്ങൾക്ക് മുന്നേ പബ്ബിലെ ആ രാത്രിയിൽ അവളുടെ കയ്യിലെ ബ്രേസ്ലെറ്റ് കൂടെ ഉണ്ടായിരുന്ന പയ്യൻ ഊരിയിരുന്നത്. അത് പിന്നെ താഴെ കിടന്ന അടുത്ത ദിവസം അവളെ കച്ചയ്ക്ക് കിട്ടിയിരുന്നല്ലോ. ആ പയ്യൻ ഇപ്പൊ അവളുടെ കൂടെ ഒന്നിച്ചുള്ള കാസ തന്നെയാണ്. അന്നും കാസയായിരുന്നു ചോന്റെ കൂടെ ഒന്നിച്ചുണ്ടായിരുന്നത് എന്നത് ഇതേ ഒരു സാമ്യതയിലോടുകൂടി നമുക്ക് ഉറപ്പിക്കാനായി സാധിക്കും. കച്ചയുടെ മനസ്സിലെ ഡൗട്ട് അപ്പോ വെറുതെ അല്ല. അങ്ങനെ വർഷങ്ങൾക്ക് മുന്നേ ചോന്റെ കൂടെ ഒന്നിച്ചുണ്ടായിരുന്ന അതേ കാസ തന്നെ ഇപ്പോഴേ ചോന്റെ കൂടെ ഒന്നിച്ച് വീണ്ടും ടൈം സ്പെൻഡ് ചെയ്യുന്നു. പക്ഷെ ഇവർക്ക് ഇങ്ങനെ ഇപ്പൊ ഒന്നിച്ച് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ പോലും വർഷങ്ങൾക്ക് മുന്നേയും ഒന്നിച്ചുണ്ടായിരുന്നത് ഇവർ തന്നെയാണ് എന്നതിനെ പറ്റി യാതൊരു ബോധ്യവും ഇല്ല. എന്തായാലും അന്ന് ആ ഡ്രിങ്ക്സ് അടിച്ചതിന്റെ പുറത്താണെങ്കിൽ പോലും അവർ ഹാപ്പിയായി ഒന്നിച്ച് ടൈം സ്പെൻഡ് ചെയ്തിരുന്നു. അടുത്ത ദിവസം രാവിലെ ഉണരുമ്പോഴാണ് രണ്ടുപേർക്കും സത്യത്തിൽ കാര്യങ്ങൾ മനസ്സിലാവുന്നത് തന്നെ. എന്തായാലും അതിന്റെ ഭയങ്കരമായ ഒരു ചമ്മൽ ചോന്റെ മനസ്സിലുണ്ടെങ്കിലും അവളായിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ സമയം ചെലവഴിച്ചതിൽ ഒരുപാട് ഹാപ്പിയാണ്. പക്ഷെ അവരങ്ങനെ തുറന്നു പറഞ്ഞ റിലേഷനിലൊന്നും അല്ലല്ലോ. അതുകൊണ്ട് തന്നെ കാസയെ ഫേസ് ചെയ്യാനൊക്കെ വല്ലാത്ത മടി അവൾക്കുണ്ടായിരുന്നു. പക്ഷെ കാസ അവന്റെ മനസ്സിലുള്ള ഇഷ്ടം അവളോട് പ്രകടിപ്പിക്കാനായി തുറന്നു പറയാനായി പറ്റിയ ഒരു ടൈം ഇത് തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞ് അവളുടെ അടുത്ത് എന്ന് പറയുന്നുണ്ട്. അവളെ ഒരുപാട് ഇഷ്ടമാണെന്നും അവളെയും കുഞ്ഞിനെയും യാതൊരു ഉപാധികളും ഇല്ലാതെ അവൻ സ്നേഹിക്കുന്നുണ്ടെന്നും ഒന്നിച്ച് ജീവിക്കാനായി താല്പര്യപ്പെടുന്നുണ്ടെന്നും അത് അവളും ആ സമയം അക്സെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ അവരകട്ടെ തിരിച്ച് താമസിക്കുന്ന ആ ഒരു ബോട്ടുകാരന്റെ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും കുഞ്ഞാട്ട് അന്ന് രാത്രി അവിടെ ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത്. ഇവരായിരുന്നു പുറത്തുണ്ടായിരുന്നത്. അങ്ങനെ തിരിച്ചെത്തുമ്പോൾ കുഞ്ഞിന് വയ്യാണ്ടിരിക്കുകയാണ്. തുടർന്ന് വേഗം തന്നെ കഴിഞ്ഞ ദിവസം രാത്രി ബോട്ട് റെഡി ആക്കിയതുകൊണ്ട് തന്നെ കുഞ്ഞിനെയും കൊണ്ട് സിറ്റിയിലുള്ള ഹോസ്പിറ്റലിലേക്ക് അവർ പുറപ്പെടുകയാണ്. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി കുഞ്ഞിനെ ഡോക്ടറെ ട്രീറ്റ് ചെയ്യാണ്. പുറത്ത് ഇവർ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴേക്കും ഇവർ ഇവിടെയുള്ള കാര്യം അറിഞ്ഞ ചായത്തിന്റെ അമ്മ അങ്ങോട്ടേക്ക് എത്തുകയും എന്റെ പേരക്കുട്ടിയും കൊണ്ട് നീ എങ്ങോട്ടടി ഓടിയതെന്നും പറഞ്ഞു ചോറിനോട് ഓൾറെഡി അവർക്ക് ഭയങ്കര വെറുപ്പാണ്. ആ ദേഷ്യം എല്ലാം അവിടെ അവളെ അടിച്ചൊക്കെ അവർ തീർക്കുന്നുണ്ട്. ഇത് കണ്ട് കാസി അതിൽ ഇടപെടുന്നു. അമ്മയുടെ പുറകെ എത്തിയ ചായത്തും ചോറിനെ അടിക്കരുതെന്ന് അമ്മയോട് പറയാണ്. പക്ഷെ അതേ ടൈം തന്നെ ചോറിന്റെ കൂടെ എന്തിനും കാസ പോയി എന്നതാണ് ചായത്തിന്റെ അപ്പോഴത്തെ ആ ഒരു ദേഷ്യം. കാരണം അവനെ സംബന്ധിച്ച് അവന്റെ കുഞ്ഞിന്റെ അമ്മയാണല്ലോ ചോൻ. അവൻ ആ ഒരു അധികാരത്തിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ആക്ച്വലി അവന്റെ കുഞ്ഞല്ല ഇത് എന്നത് ഈ നിമിഷവും ആർക്കും അറിയില്ല. എന്തായാലും കലി ഇളകി നിൽക്കുന്ന ചായത്തിന്റെ അമ്മ കുഞ്ഞിന്റെ കസ്റ്റഡി ഞങ്ങൾ നേടിയെടുക്കും, നിന്നെ പോലെ ഒരുത്തിക്ക് ആ കുഞ്ഞിനെ വിട്ടു തരില്ല എന്നല്ല ഹോസ്പിറ്റലാണെന്ന് പോലും നോക്കാതെ ചോനെ ഭയങ്കരമായി ഷൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ചായത്താട്ടെ ഹോസ്പിറ്റലിൽ വെച്ച് ചോനോട് അവന്റെ ലൈഫിലേക്ക് അവൾ വരണമെന്ന രീതിക്കൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇത് അങ്ങോട്ടേക്ക് എത്തുന്ന റിൻ കാണുന്നുണ്ട്. അവൾക്ക് എന്തോ ഭയങ്കര ദേഷ്യമാവുന്നുണ്ട്. ഒന്നാമത് അവളുടെ വീട്ടിൽ നിന്ന് ഭയങ്കര പ്രഷറാണ്. ചായത്തിനെ തന്നെ അവൾ കല്യാണം കഴിക്കണം, എന്തുണ്ടെങ്കിലും ചായത്തിനെ അവൾ കല്യാണം കഴിച്ചേ പറ്റുന്ന രീതിക്ക്. ചായത്തിന്റെ അച്ഛനും ചായത്ത് റിനും കല്യാണം കഴിക്കുന്നതാണ് താല്പര്യം. ചോറിന് അവർക്ക് ഒരു ആവശ്യമില്ല. പിന്നെ ഈ കുട്ടി പേരക്കുട്ടി എന്ന രീതിക്ക് ഓക്കെ ആ ഒരു ഇത്. പക്ഷെ വീട്ടിലെ പ്രഷർ അവൾക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയില്ല. കാരണം ചായത്തതേ ഒരു കൊച്ചിന്റെ അച്ഛനാണ്, അവന്റെ ചോന്റെ പുറകിനാണ്. പിന്നെ അവളുടെ മനസ്സിലുള്ള കാസയും ചോന്റെ പുറകിനാണ്. അതുകൊണ്ട് ഇതെല്ലാം കൂടി കാരണം ഭയങ്കരമായിട്ട് ടെൻഷൻ കയറുന്ന അവളുടെ മരിക്കാം, താൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും തന്നെ ഒന്നിനും ഫോഴ്സ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന രീതിക്ക് മരിക്കാനായി തയ്യാറെടുപ്പ് നടത്തുന്നു. ഒരു പാലത്തിൽ നിന്ന് ചാടി മരിക്കാനായി അവൾ ഒരുങ്ങുമ്പോഴേക്കും അവളുടെ ഭാഗ്യത്തിനോ എന്തോ അങ്ങോട്ടേക്ക് കാസ എത്തുന്നുണ്ടായിരുന്നു. അവനും ഹോസ്പിറ്റലിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ. അവൻ അവളെ കണ്ട് പിന്തിരിപ്പിക്കുകയാണ്. ഈ ടീം എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അവന്റെ ചോദ്യത്തിന് വീട്ടിലെ പ്രഷറും കാര്യങ്ങളൊക്കെ അവൾ പറയുമ്പോൾ വീട്ടിൽ വന്ന് ഞാൻ സംസാരിക്കാന്ന് അവൻ പറയുന്ന ടീം എനിക്ക് ചായത്തിന് കല്യാണം കഴിക്കാൻ വയ്യ, എനിക്ക് നിന്നെയാണ് വേണ്ടതെന്ന് പറഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ച് അവൾ കരയാണ്. എന്തായാലും അവളെ ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ട് പോയി അവൾ വല്ല കടുങ്കയും ചെയ്യും. ഇപ്പൊ എന്ത് പറഞ്ഞാലും അവളുടെ തലയിൽ കയറില്ല എന്ന് മനസ്സിലാക്കുന്ന അവൻ അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് അവന്റെ വീട്ടിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെ എത്തുന്ന അവളാകട്ടെ അവനെ സെഡ്യൂസ് ചെയ്യാനായി പലതും ചെയ്തു നോക്കുന്നുണ്ടെങ്കിലും അവൻ അതിലൊന്നും വീഴുന്നില്ല. കാരണം അവന്റെ മനസ്സിലിപ്പോ ചോൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവൻ അവളെ നിരുത്സാഹപ്പെടുത്തുമ്പോൾ റിന്നിന് അത് വീണ്ടും ഭയങ്കര നിരാശയും ദേഷ്യവും
വിഷമവും ഒക്കെ ആവുന്നുണ്ട്. അവന്റെ മനസ്സിൽ ചോൻ മാത്രമാണുള്ളത്. അങ്ങനെ ഇവിടം കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന സത്യം അറിയുമ്പോൾ ശേഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അടുത്തടുത്ത എപ്പിസോഡുകളിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. അധികം എപ്പിസോഡുകളൊന്നും ഇനിയില്ല, വളരെ കുറച്ച് എപ്പിസോഡുകളും കൂടിയേ ഉള്ളൂ. അപ്പോൾ വീണ്ടും കാണും വരെ ബൈ.